ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ അതിജീവിച്ച് നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ? അതുപോലൊക്കെയുള്ളൂ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സ്ട്രഗിൾസും. ഒരു ചെറിയ പെബിൾ പോലെ നമ്മൾ അതിനെടുത്ത് ഇവിടെ നിർത്തിയാൽ നമുക്ക് കാഴ്ച കുറച്ച് കുറയും, നമ്മുടെ കണ്ണിനോട് അടുപ്പിച്ചാൽ നമ്മുടെ കാഴ്ച മുഴുവൻ മറയ്ക്കും. എന്നാൽ അത് വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ മുൻപോട്ട് നീങ്ങിയാലോ നമ്മുടെ കാഴ്ചകൾ തെളിയും, നമ്മുടെ യാത്ര തുടരും. തിരിച്ച് വന്ന് വേണമെങ്കിൽ ഈ പെബിൾസൊക്കെ പെറുക്കിയെടുത്ത് നമുക്കൊരു എംപയർ ഉണ്ടാക്കാം. നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളാണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിലും സത്യത്തിൽ അതെല്ലാം ശാരീരികമാണ്. നമുക്കൊരു സൊമാറ്റിക് അവയർനെസ് ഉണ്ടാകണം. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ബോധം കുറയുന്നുണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേറ്റഡ് ആകുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഓരോ പ്രശ്നങ്ങളുടെ നേരത്തും നമ്മളത് മാനസിക പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ആലോചിച്ച് ഡിപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷം ഇവിടെ ഈ ലോകം ഇത്രയും ഡിപ്രസീവ് ആണെന്ന് തോന്നുന്ന ഒരു സോ കോൾഡ് മോട്ടിവേറ്റേഴ്സ് വന്നിട്ട്, അല്ലെങ്കിൽ അല്പജ്ഞാനമുള്ള സൈക്കോളജിസ്റ്റുകൾ വന്നിട്ട് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഡിപ്രസ്ഡ് ആക്കിയതാണെന്ന് തോന്നുന്നു. നമുക്ക് ഹെൽത്ത് ഈസ് വെൽത്ത്. യെസ്, യുവർ വെൽത്ത് ഈസ് യുവർ ഹെൽത്ത്. ഹെൽത്ത് ആരംഭിക്കുന്നത് ശരീരത്തിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം കാണുന്ന എല്ലാ കാര്യത്തോടും ആലോചന ഇല്ലാതെ റിയാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിസ്റെഗുലേഷൻ കൊണ്ടാണ്. അത് മനസ്സിലാക്കി നമുക്കൊന്ന് കാം ഡൗൺ ചെയ്യാനുള്ള, ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ശരീരം ഡീപ്പ് റെസ്റ്റിന് വേണ്ടി കേഴുന്ന ഒരവസ്ഥയായിരിക്കും. സോ റിലാക്സ്. ശരീരവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുക. ഹീലിംഗ് ഈസ് ദ ന്യൂ ഹൈ ആൻഡ് സിംപ്ലിസിറ്റി ഈസ് ദ ന്യൂ വെൽത്ത്. നമുക്കെല്ലാവർക്കും പരിവർത്തനപ്പെടാനുള്ള സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് നമ്മൾ ഹീലിംഗ് ആരംഭിച്ചാൽ. ഹീലിങ്ങിന് ആവശ്യമുള്ളത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ചില ടൂൾസ് ആൻഡ് ടെക്നിക്സാണ്. അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോകളിൽ പറയാം. ഇറ്റ്സ് മീ നസീമ, എ ഹോം മേക്കർ. സീ യു.